കയ്യിൽ പൈസയില്ല, മൊബൈലുണ്ടോന്നും സംശയമാണ്. ഇനി അവനെ ഞങ്ങൾക്ക് തിരിച്ചിവിടെ എത്തിക്കണം. അതാണ് ഞങ്ങളുടെ ടാസ്ക്. അങ്ങനെ വിജയകരമായി സന്തോഷകരമായി കല്ലുകടിയായി ഞങ്ങളുടെ ഈ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, എക്സിറ്റ്. ഇത് സ്ഥലപ്പേരെന്താ? ഇതാ ഇത് എന്തായിരുന്ന സ്ഥലത്തിന്റെ പേര്? എഴുതിയിരുന്ന MCTC. എന്റെ ഫുൾ ഫോം അറിയില്ല. MCTC നമുക്ക് ഉദംപൂര് പോകണം. ഉദംപൂര് പോയതിനു ശേഷം ബനിഹാൽ പോകേണ്ടുള്ളവർക്ക് അങ്ങോട്ടും ശ്രീനഗർ പോകേണ്ടുള്ളവർക്ക് അങ്ങോട്ടും പോകാം. ഓക്കെ, 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്നുകിൽ ഷെയർ ടാക്സി പിടിക്കുക, മുടിഞ്ഞ റേറ്റാണ്. അല്ലെങ്കിൽ ബസ്സിൽ പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടക്കുക. ബസ്സിൽ പോകാനാണെങ്കിൽ ഒരാൾക്ക് 400 രൂപ ശ്രീനഗർ വരെ, അല്ലെങ്കിൽ ബനിഹാൽ വരെ 400 രൂപ താഴെ. പക്ഷേ ആ സ്ഥാനത്ത് ടാക്സി പിടിക്കുകയാണെങ്കിൽ 8 പേർക്ക് ബനിഹാൽ വരെ 5500 രൂപയാണ് പറയുന്നത്. 9 പേർക്കാകുമ്പോൾ ശ്രീനഗർ വരെ ആകുമ്പോൾ 8 പേർക്ക് പറയുന്നത് 9500 തേപ്പ് റേറ്റാണ്. ഒരു 10-20 പേര് ഒരുമിച്ച് വന്ന് നിന്ന് കയ്യും കാലും പിടിച്ച് ബൈസാപ്തോടെ അഡ്ജസ്റ്റ് കരോ 8,000 കർവാദി എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചു കഴിഞ്ഞാൽ വല്ലതും നടക്കും. ഒരുപാട് നാളത്തെ ആഗ്രഹവും പ്രതീക്ഷയാണ് കാശ്മീർ. വലിയ പ്രതീക്ഷയിൽ എല്ലാവരെയും ആവർത്തിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി അവസാനം ഇന്ന സ്റ്റേഷനിലാണ്ട്രാ ഇറങ്ങാനുള്ളത്, സമയത്ത് വേറെ അങ്ങോട്ടും പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് ഒരുത്ത സമയത്ത് അവൻ്റെ പേര് അലറി വിളിച്ചിട്ടും അവൻ്റെ ലഗേജ് പുറത്തെത്തിച്ചിട്ട് ആളിനെ കാണാനില്ല. അവസാനം നമുക്കിവിടെ ഇറങ്ങിയില്ലേ പറ്റുള്ളൂ. അപ്പം ഞങ്ങളിവിടെ വരുന്ന സ്ഥലത്തിൻ്റെ പേര് MCTCയിൽ ഞങ്ങൾ ഇറങ്ങി. അലർച്ചകൾക്കൊക്കെ ഒടുവിൽ ട്രെയിൻ വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പോകുമെന്നും പറഞ്ഞൊരുത്തൻ അവൻ്റെ കയ്യിൽ പൈസയില്ല, മൊബൈലുണ്ടോന്നും സംശയമാണ്. ഇനി അവനെ ഞങ്ങൾക്ക് തിരിച്ചിവിടെ എത്തിക്കണം. അതാണ് ഞങ്ങളുടെ ടാസ്ക്. അങ്ങനെ വിജയകരമായി സന്തോഷകരമായി കല്ലുകടിയായി ഞങ്ങളുടെ ഈ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, സൈനിങ് ഓഫ്. അവിടെ പോയി അതും തേയും ഇവിടെ വണ്ടി ഉള്ളൂളിയാ. അല്ല അത് തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലായ. കൈസ് കൂടെ വന്നൊരാള് സ്ഥലം മാറി മുന്നോട്ട് പോയിട്ടുണ്ട്. അവരെ കാണാൻ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ വന്നാൽ സിമ്മ് പുതിയത് എന്തോ എടുക്കണം. ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ സിമ്മൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് നമ്മളിവിടെ വരുമ്പം സിമ്മ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. ഇതേപോലെ വീട്ടിൽ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സിമ്മ് കിട്ടുന്നില്ല. കുറേ എടുത്താൽ നോക്കി. എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വണ്ടി ഓടിക്കുന്ന ചേട്ടൻ എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. ഓട്ടോയിൽ നിന്ന് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ സിമ്മ് വാങ്ങിക്കാൻ വന്നത്. എയർടെൽ വാങ്ങിക്കണോ ജിയോ വാങ്ങിക്കണോ? പുള്ളി പറയുന്നത് ജിയോ വാങ്ങിക്കാനാണ്. 5 मिनट में चालू चालू नहीं. कितना दिन तक लगता है पहला रिचार्ज का? 28 days. എത്ര? 28 ദിവസം 300 രൂപ.
ഒന്നും കൂടെ എടുക്കാം എൻ്റെ പേര് ഓക്കെ. രണ്ടെണ്ണം. ഏതാ ജിയോ? എനിക്കും കൂടെ ജിയോ.